സംരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് കർഷകരുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്, തൊഴിലാളിയുടെയും ആദിവാസിയുടെയും ജീവിതത്തിന് അനിവാര്യമാണ്. ഇന്നത്തെ അവസ്ഥ ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആദിവാസി സുഹൃത്തുക്കൾ, കർഷക സുഹൃത്തുക്കൾ, തൊഴിലാളി സംഘടനാ നേതാക്കന്മാർ ഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ 22-ാം തീയതി രാവിലെ 10 മണി മുതൽ 4 മണി വരെ നടത്തിയ പീപ്പിൾസ് പാർലമെന്റിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജീവൻ നിലനിർത്താൻ ഭരണകൂടം നടപടി സ്വീകരിക്കണം. രണ്ടാമത്തെ കാര്യം, വന്യജീവി ആക്രമണം കുറയുന്നില്ല, കൂടുകയാണ്. ഇന്ത്യയിൽ ഇന്ന് വരെ വന്യജീവികൾ ആക്രമിച്ച് കൊല്ലപ്പെടുന്നവർക്കോ പരിക്കേൽക്കുന്നവർക്കോ നഷ്ടപരിഹാരം കൊടുക്കാനൊരു നിയമമില്ല എന്നുള്ളതുകൊണ്ട് നിർബന്ധമായും നഷ്ടപരിഹാരം ലീഗൽ ഗ്യാരണ്ടിയിലൂടെ കിട്ടാൻ, കൃഷി നശിച്ചാൽ, ജീവൻ നഷ്ടപ്പെട്ടാൽ, പരിക്കുപറ്റി ബെഡ്രിഡനായി പോയാൽ നിയമപ്രകാരം കിട്ടാനുള്ള നിയമനിർമ്മാണം പാർലമെന്റ് നടത്തണം. അതാണ് ഞങ്ങൾ ജനകീയ പാർലമെന്റിലൂടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ്. ഓഗസ്റ്റ് മാസം 2-ാം തീയതിയും 3-ാം തീയതിയും 4-ാം തീയതിയുമായി ഡൽഹിയിൽ തന്നെ ഇതിൻ്റെ ഫോളോ അപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇരിക്കുന്നു. അതിനുശേഷം ഈ 17 സംസ്ഥാനങ്ങളിലെയും ഫോറസ്റ്റ് ഫ്രിഞ്ച് ഏരിയാസിലുള്ള MP-മാർ, ഏകദേശം ഞങ്ങളുടെ കാൽക്കുലേഷൻ അനുസരിച്ച് 122 MP-മാർ ഇത് ബാധിക്കുന്നവരാണ്. പ്രതിസന്ധി നേരിടേണ്ടത് അവരുടെ ആവശ്യമാണ്. അവരെ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തി, ഇന്ത്യ ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തി ഈ നിയമനിർമ്മാണം നടപ്പാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ ഞങ്ങൾ തുടരും. ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് ശ്രീനഗറിൽ ഞങ്ങൾ 7-ാം തീയതി ഉത്തരാഖണ്ഡ്, ഉത്തരാഞ്ചൽ, പഞ്ചാബ്, ഹരിയാന, ജമ്മു കാശ്മീർ ഇത്രയും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ലാൽ ചൗക്കിൽ കൂടിയിരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ആരംഭിച്ച് മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി കന്യാകുമാരി വരെയുള്ള എല്ലാ പ്രദേശങ്ങളിലും ഉള്ള ഈ വിഷയവുമായി ബന്ധപ്പെട്ട